എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. നമ്മുടെ സമയം വളരെ അതിക്രമിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ഒരു സംസാരം നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ച ജമാഅത്തെ ഇസ്ലാം വനിതാ സംഗമം ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികൾക്കും ജില്ലാ ഭാരവാഹികൾക്കും എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്കും എൻ്റെ നാട്ടിലെ സൗഹൃദങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. ഇവിടെ വരാനുണ്ടായ ഒരു പ്രധാന കാരണം ഇവിടെ തന്നെ പറഞ്ഞു. നമ്മുടെ നബിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മുടെ വിഷയാവതാരിക വളരെ കൃത്യമായി അവതരിപ്പിച്ചു. വളരെ ലാളിത്യമാർന്ന, വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ജീവിത രീതി, അതിനനുസരിച്ച് ഒരു പബ്ലിസിറ്റി. ഇന്നത്തെ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് എല്ലാം പബ്ലിസിറ്റിയാണ് അല്ലേ? എന്തെങ്കിലും ഒരു കാരണം, എന്തെങ്കിലും ഒരു കാര്യം ചെറുത് ചെയ്താലും അതിന് വലിയൊരു പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ നമ്മൾ നബീനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു പബ്ലിസിറ്റി ഇല്ലാതെ നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അത് തന്നെയാണ് എന്നെയും ആകർഷിച്ച ഏറ്റവും ഒരു വലിയ കാര്യം. ഞാൻ ഇവിടെ പറഞ്ഞു, ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണെന്ന്. ഭിന്നശേഷി മക്കളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പോൾ അറിയാമല്ലോ, അവിടെ നമുക്ക് ലഭിക്കുന്ന പബ്ലിസിറ്റി എന്താ നമുക്കറിയാം. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് നേരിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുക. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. മുസ്ലിം കുട്ടികളും നമ്മുടെ കുട്ടികൾ തന്നെയാണ്, ഹിന്ദു കുട്ടികളും നമ്മുടെ കുട്ടികൾ തന്നെയാണ്, അതുപോലെ ക്രിസ്ത്യാനി കുട്ടികളും. അവിടെ ഒരു മതവും ഒരു ജാതിയും ഒന്നുമില്ല, നന്മകൾ മാത്രം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നെ ഏറ്റവും അധികം നബിയുടെ വചനത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം, ആരെങ്കിലും ഒരു വചനം, ആരെങ്കിലും ഒരു തരിശു ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ, തരിശായി കിടക്കുന്നൊരു ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ശരിയല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം മൊത്തം തരിശായി കിടക്കുന്നൊരവസ്ഥയാണ്. അതിൽ തരിശായി ഭൂമിയുടെ കാര്യമല്ല നമ്മൾ നോക്കേണ്ടത്, അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായി നബി നേരത്തെ തന്നെ കണ്ട പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തരിശായി കിടക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനെയെല്ലാം ഇതുപോലെയുള്ള സൗഹൃദ സംഗമങ്ങൾ കൊണ്ട് അതിനെ വളർത്തി ഫലഭൂയിഷ്ടമാക്കി ഈ ലോകം മുഴുവനും നന്മയും വളരെ നല്ല ഫലസമൃദ്ധമായ സ്നേഹ കൂട്ടായ്മകളും എല്ലാം വളർത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലാണെങ്കിലും, ഇപ്പം ഞാൻ ഇവിടെ വരാൻ കാരണം ചെറുപ്പം മുതലേ ഞാൻ വളർന്നു വരുന്നൊരു രീതി തന്നെയാണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നും ഇപ്പോഴും ഞാൻ പോകുന്നത്, ചെറുപ്പം മുതലേ എൻ്റെ ഒരു കൂട്ടുകാരി ഫാത്തിമ, അതുപോലെ തന്നെ സുമ, ഞങ്ങളെ ത്രിമൂർത്തികൾ എന്നാണ് വിളിക്കുക. ഒരു ക്രിസ്ത്യാനി, ഒരു ഹിന്ദു, ഒരു മുസ്ലിം. അപ്പോൾ അവിടെ നാട്ടിൽ മൊത്തം പറയുന്ന ഒരു വാക്ക് അത് തന്നെയാണ്. ആ ത്രിമൂർത്തികൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മുടെ ഇടയിൽ ജാതി മതം അതിൻ്റെ വേർതിരിവുകൾ ഒന്നുമില്ല. നബിദിനത്തിന് നമ്മൾ പോവും, റാലിക്ക് പോകലുണ്ട്. ഹിന്ദുക്കളുടെ പൂരത്തിനാണെങ്കിലും അമ്പലത്തിൻ്റെ ആഘോഷങ്ങളിലാണെങ്കിൽ നമ്മൾ പോവും, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കാണെങ്കിൽ അവരും വരും. അപ്പം നമ്മുടെ ഈ തലമുറയിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളിനി തരിശായി കിടക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കളുണ്ട്. കുഞ്ഞു മക്കളുടെ ഹൃദയത്തിൽ ഇതേ സ്നേഹവും ഇതേ സൗഹൃദവും, ഒരു മനുഷ്യനോടായാലും മൃഗങ്ങളോടായാലും കരുണ കാണിക്കുക എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മക്കളുടെ മനസ്സിൽ നമ്മൾ വിതച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകം വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു ജീവിയെ ദ്രോഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടാൻ പാടില്ല, ഇങ്ങനെയൊന്നുമല്ല. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ മക്കളിൽ മൃഗങ്ങളെ വളർത്തുവാനും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുടെ കൂടെ കൂടുവാനും പിന്നെ ഭിന്നശേഷികളായ മക്കളുടെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എത്ര അനുഗ്രഹം ലഭിച്ചു എന്നുള്ളത് അത്തരം കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടി കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ നബി നിർവചിച്ച കരുണ എന്ന കൺസെപ്റ്റ് നമ്മുടെ മക്കളിൽ വരും. ഈ സമൂഹം നമ്മൾ ഈ പറയുന്ന എല്ലാവിധ ദുഷിച്ച ചിന്തകളിൽ നിന്നും മാറി നല്ലൊരു തലമുറയായിട്ട് വീണ്ടും വരുമെന്നൊരു പ്രതീക്ഷയിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ സൗഹൃദവേദിക്ക് നൽകിക്കൊണ്ട്, സൗഹൃദ സംഗമത്തിന് നൽകിക്കൊണ്ട് നിർത്തുന്നു. ഇനിയും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവട്ടെ, നമ്മുടെ സമൂഹം നന്മയിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.